തൃശൂർ നഗരവീഥികൾ ഒന്നാകെ പുലികളെ കൊണ്ട് നിറയുന്ന ഒരു സായാഹ്നത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മളെല്ലാവരും. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തൃശൂർ നഗരത്തിൽ ഒന്നാകെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 9 ദേശങ്ങളിൽ നിന്നുള്ള 400-ലേറെ പുലികളാണ് ഇന്ന് ഈ പുലികളിക്ക് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 9 ദേശങ്ങളിൽ നിന്നുള്ള ആളുകളും എത്തുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ്. കഴിഞ്ഞ വർഷം 7 ദേശങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ നമുക്കറിയാം. ഇപ്പോൾ ഇതാ 9 ദേശങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 400-ലേറെ പുലികൾ ഇവിടേക്ക് ഈ നഗരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ആ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് പറയേണ്ടതല്ല, അവിടെ നിന്നും നമ്മുടെ പ്രതിനിധികൾ നമ്മളോടൊപ്പം ചേരുകയാണ് പുലിക്കളിയുടെ സമഗ്ര വിവരങ്ങളുമായി. ഇപ്പോൾ ഇതാ വിയൂർ ദേശത്തിനോടൊപ്പം നിന്ന് സ്വാലിഹ് നമ്മളോടൊപ്പം ചേരുന്നു. സ്വാലിഹ്, അപ്പോൾ പുലികളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? എവിടം വരെയായി പുലിക്കളിയുടെ ഒരുക്കം വിയൂർ ദേശത്തിൽ? തീർച്ചയായും ഞാൻ വിയൂരിലാണുള്ളത്. വിയൂർ ക്ഷേത്രത്തിൻ്റെ പരിസരത്താണ് ഈ ഒരു ക്രമീകരണങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ അതിനുള്ള ഈ പുലികളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പുലി ഇവിടെ ഉണ്ട്. മന്ത്രി കെ രാജൻ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ചായമൊക്കെ അണിഞ്ഞു കൊടുത്തത് നമ്മൾ കണ്ടതാണ്. അത് നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഒരു പുലിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്താ പേര്? രഘുനാഥ്. വീട് എവിടെയാണ്? ആമ്പല്ലൂർ കല്ലൂർ എന്ന് പറയും. നല്ല തിരക്കാണോ ഈ ഓണായതിനു ശേഷം? ഓണായാലും അത്തത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട് കണ്ടിട്ടില്ല മുഴുവൻ. അതായത് 15ാമത്തെ ദിവസമാണ്. 15ാമത്തെ ദിവസമാണ്. എല്ലാ ദിവസവും രാവിലെ എല്ലാ ദിവസവും രാവിലെ പെയിന്റ് അടിക്കും, വൈകുന്നേരം കഴുകി കളയും, വീണ്ടും പെയിന്റ് അടിക്കും. ഓരോ സ്ഥലങ്ങളിലായിരുന്നു മാത്രം. എത്ര വർഷമായി? 29ാമത്തെ വർഷമാണ്. 29ാമത്തെ വർഷമാണ്. ഏകദേശം 500-ലധികം വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരുവിധം ഡൽഹിയും പഞ്ചാബ് ഒഴികെ എല്ലാ സ്റ്റേറ്റിലും ഈ വേഷം കൊണ്ട് എത്തിയിട്ടുണ്ട്. ഈ വർഷം എന്താണ് ഒരു പ്രത്യേകത? ഈ വർഷം പ്രത്യേകത എന്ന് വെച്ചാൽ മുഴുവൻ പറയാൻ പറ്റില്ല. എല്ലാ പുലികൾക്കും വാല് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പാതകം, കയ്യറ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് പുതുമയുണ്ട്, കുറച്ച് സസ്പെൻസ് ഉണ്ട്. അത് ഇപ്പോൾ പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ്. കുറേ പുതിയ സസ്പെൻസ് ഒക്കെ ആയിട്ടാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഒരുക്കങ്ങൾ എങ്ങനെയാണ് ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്? ഈ വർഷത്തെ പുലിക്കളി കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അടുത്ത പുലിക്കളിക്കുള്ള ഒരുക്കങ്ങൾ ഈ ടീമുകൾ തുടങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ ഉത്സവത്തിന് ഇപ്പോൾ ആദ്യമൊക്കെ നാലോണ നാളിൽ മാത്രമാണ് പുലിക്കളി വരുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഉത്സവത്തിന് മറ്റേ കാവടിയും കരകാട്ടം പോലെ തന്നെ പുലിക്കളി വരുന്നുണ്ട്. അതേപോലെ ഞങ്ങൾക്ക് ഉത്സവ സീസണായി കഴിഞ്ഞാൽ വീട്ടിലിരിക്കാൻ സമയം കിട്ടാത്ത ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിന് പുറത്തും ഇപ്പോൾ പരിപാടികളുണ്ടോ? തൃശ്ശൂരിന് പുറത്താണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ ഡൽഹിയും പഞ്ചാബ് ഒഴികെ എല്ലാ സ്റ്റേറ്റിലും കളി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ബാംഗ്ലൂർ പോയി വന്നുള്ളൂ. ഇനി 27-ാം തീയതി വീണ്ടും ബാംഗ്ലൂർ പോകുന്നുണ്ട്. ഈ ഒരു ടീമിൽ വിയൂർ ടീമിൽ ഏതാണ്ട് എത്ര പേരാണ് ഉള്ളത്? 51 പേരുണ്ട്. 51 പേരുണ്ട്. എല്ലാവരും ഇപ്പോൾ എത്തും? എത്തിക്കൊണ്ടിരിക്കണം. രാവിലെ ചായ ഒക്കെ കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്? രാവിലെ ചായ ഭക്ഷണമൊന്നും കഴിച്ചില്ല, ഒരു ചായ മാത്രം കുടിച്ചിട്ട് വന്നു. ഇനിയിപ്പോൾ ഇത് ഉണങ്ങാണ്ട് ഇനി ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കൈ മടക്കാൻ പറ്റില്ല. തീർച്ചയായും ഇങ്ങനെ ഇത്തരത്തിൽ ഒരിക്കലും മന്ത്രി കൂടി നമ്മോടൊപ്പമുണ്ട്. മറ്റൊരു ചാനലുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം വിവിധ ഇടങ്ങളിൽ പുലികളൊക്കെ ഓരോരുത്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഏതാണ്ട് വൈകിട്ടാണ് പുലിമടയിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങുക. അതിനുള്ള ഒരു ഒരുക്കങ്ങൾ, ഈ ചായമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും.